ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ T20 മത്സരത്തിൽ ഇംഗ്ലീഷ് ഇന്നിംഗ്സിലെ 8ാമത്തെ ഓവർ. പന്തെറിയാനെത്തിയത് ഇന്ത്യൻ സ്പിന്നർ വരുൺ ചക്രവർത്തി. 17 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റുകൾ നഷ്ടമായ ഇംഗ്ലീഷ് നിരയെ കൈപ്പിടിച്ചുയർത്താനുള്ള പരിശ്രമത്തിലാണ് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറും സഹ ബാറ്റർ ഹാരി ബ്രൂക്കും. എന്നാൽ ഓവറിലെ 3ാം പന്തിൽ മനോഹരമായൊരു ഗൂഗ്ലിയിലൂടെ ഹാരി ബ്രൂക്കിന്റെ കുറ്റിപിഴുത് വരുൺ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ ഞെട്ടിച്ചു. ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായൊന്നുമല്ല ഒരു സ്പിന്നറുടെ ഗൂഗ്ലിക്ക് മുന്നിൽ ബാറ്ററുടെ വിക്കറ്റ് തെറിക്കുന്നത്. എന്നാൽ ഹാരി ബ്രൂക്കിന്റെ കാര്യം അങ്ങനെയല്ല. വരുൺ ചക്രവർത്തിയെ നേരിടുന്നതിൽ താൻ പരാജയപ്പെട്ടുവെന്ന് പൂർണ്ണമായങ്ങ് സമ്മതിക്കാൻ ഇംഗ്ലീഷ് താരം തയ്യാറായില്ല. കൊൽക്കത്തയിലെ പുകമഞ്ഞ് കാരണമാണ് തന്റെ വിക്കറ്റ് നഷ്ടമായതെന്ന് ബ്രൂക്ക് പറഞ്ഞപ്പോൾ ക്രിക്കറ്റ് ആരാധകർ ഏറെ കഷ്ടപ്പെട്ടാണ് ചിരിയൊതുക്കിയത്. രംഗം 2. കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ദൂരം 1670ഓളം കിലോമീറ്റർ. പുകമഞ്ഞില്ലാത്ത ചെന്നൈയിൽ വരുൺ ചക്രവർത്തിയെ ഒരു പാഠം പഠിപ്പിച്ചു തന്നെ കാര്യമെന്ന് ഉറപ്പിച്ചിട്ടായിരിക്കും ഹാരി ബ്രൂക്ക് മൈതാനത്ത് എത്തിയത്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. വീണ്ടും ഗൂഗ്ലിയിലൂടെ ബ്രൂക്കിനെ വരുൺ ചക്രവർത്തി വീഴ്ത്തി. ഇത്തവണ ഒരു ചിരി മാത്രമായിരുന്നു ബ്രൂക്കിന്റെ മറുപടി. വരുൺ ചക്രവർത്തിയാകട്ടെ കാര്യമായ ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ ബ്രൂക്കിനെ നോക്കി. കമന്റ് ബോക്സിലിരുന്ന് രവി ശാസ്ത്രിയും സുനിൽ ഗവാസ്കറും ബ്രൂക്കിനെ റോസ്റ്റ് ചെയ്തു. ഇനി രാജ്കോട്ടിൽ നടക്കുന്ന 3ാം T20 മത്സരത്തിൽ മാത്രമായിരിക്കണം ഇംഗ്ലീഷ് താരത്തിന്റെ പ്രതീക്ഷകൾ അത്രയും. പുകമഞ്ഞല്ല, വരുൺ ചക്രവർത്തിയുടെ പന്തിനെ കൃത്യമായി റീഡ് ചെയ്യാനാകാത്തതാണ് ബ്രൂക്കിന്റെ പ്രശ്നമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ഇതിഹാസ സ്പിന്നർ രവിചന്ദ്ര അശ്വിൻ. ചെന്നൈയിൽ ഹാരി ബ്രൂക്ക് വരുൺ ചക്രവർത്തിയെ നേരിടുന്ന സമയത്ത് അവിടെ പുകമഞ്ഞുണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് താൻ ശ്രദ്ധിച്ചതെന്ന് അശ്വിൻ പറയുന്നു. ബ്രൂക്കിന്റെ ബാറ്റിംഗ് ടെക്നിക്കിലാണ് പ്രശ്നമെന്നും അശ്വിൻ ചൂണ്ടിക്കാട്ടി. കൊൽക്കത്തയിൽ ലെഗ് സ്റ്റംപിലേക്ക് മൂവ് ചെയ്ത ബ്രൂക്കിന് വരുണിന്റെ പന്ത് റീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ചെന്നൈയിൽ സ്റ്റംപ് കവർ ചെയ്ത് നിന്നെങ്കിലും വീണ്ടും ക്ലീൻ ബൗൾഡായി. 1ാം T20 മത്സരത്തിൽ വരുൺ ചക്രവർത്തിയുടെ പന്ത് റീഡ് ചെയ്യാൻ കഴിയാതെ ലിയാൻ ലിവിങ്സ്റ്റൺ താരത്തിന് വിക്കറ്റ് സമ്മാനിച്ചിരുന്നു. എന്നാൽ 2ാം മത്സരത്തിൽ വരുണിന്റെ പന്തുകളെ ലിവിങ്സ്റ്റൺ ശ്രദ്ധയോടെ നേരിട്ടു. യുവതാരം ബ്രൈഡൻ കാഴ്സ് ചക്രവർത്തിയെ 2 സിക്സറുകൾക്ക് പറത്തുകയും ചെയ്തു. വരുൺ ചക്രവർത്തിയെ നേരിടാൻ ബ്രൂക്ക് ഇവരെ കണ്ട് പഠിക്കേണ്ടി വരുമെന്നാണ് അശ്വിൻ സൂചിപ്പിച്ചത്. രാജ്കോട്ടിൽ ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്കാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും 3ാം T20 മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. ആദ്യ 2 മത്സരങ്ങളിൽ തകർപ്പൻ വിജയം സ്വന്തമാക്കിയ ഇന്ത്യക്ക് ഇന്നത്തെ മത്സരം കൂടി വിജയിച്ചാൽ പരമ്പര സ്വന്തമാകും. അതേസമയം ഇന്ത്യയെ പരാജയപ്പെടുത്തി തിരിച്ചു വരാനായിരിക്കും ഇംഗ്ലണ്ടിന്റെ ശ്രമം. ആദ്യ മത്സരത്തിൽ അഭിഷേക് ശർമ്മയും 2ാം മത്സരത്തിൽ തിലക് വർമ്മയുമാണ് ഇന്ത്യക്കായി ബാറ്റിംഗിൽ തിളങ്ങിയത്. 1ാം T20 മത്സരത്തിൽ 23 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തിയ വരുൺ ചക്രവർത്തിയായിരുന്നു മാൻ ഓഫ് ദി മാച്ച്. രാജ്കോട്ടിലെ 3ാം T20 മത്സരത്തിൽ വരുൺ ചക്രവർത്തിയെ ഫലപ്രദമായി നേരിടാൻ ഹാരി ബ്രൂക്കിന് കഴിയുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. കൊൽക്കത്തയിലെ പുകമഞ്ഞിനെ ചെന്നൈയിൽ പഴി പറയാൻ ബ്രൂക്കിന് സാധിച്ചില്ല. കൊൽക്കത്തയിലേതുപോലെ രാജ്കോട്ടിൽ ബ്രൂക്ക് പുകമഞ്ഞിനെ പഴിക്കേണ്ടി വരുമോ എന്നും ക്രിക്കറ്റ് ആരാധകർ തമാശയായി ചോദിക്കുന്നുണ്ട്.